ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഹായ് സെൻസായി. Hi. എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നല്ല, എനിക്ക് എന്താ പറയാ, ഈ സെഷൻ കേൾക്കുമ്പോഴുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയാ, ഓരോരുത്തരെയും ചോദ്യത്തിന് എന്താ പറയാ, ഇങ്ങനെ ഒരു കോച്ചിന്റെ മുന്നിൽ ഇരിക്കാൻ പറ്റിയതില് എത്രയും സന്തോഷം, എത്രയും സ്തുതി പഠിച്ചോനെ. എന്താ പറയാ, ഓരോ ആൻസർ അല്ലെങ്കിൽ ഓരോ ചർച്ച കേൾക്കുമ്പോഴും ഇത്രയും വലുത് അങ്ങനെ ഇനി ഒരു സൊല്യൂഷന് പിന്നെ പോകണ്ടാത്ത വിധം അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടെല്ലാം പറഞ്ഞു തരുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതെനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഐ റിയലി അപ്രീഷിയേറ്റ്. കാരണം ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. ഞാൻ ആഴ്ചയിൽ ഒരു 1.25 മണിക്കൂർ ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങൾ ചോദിക്കാത്തതിന് അതാണ് പ്രശ്നം. ഞാൻ ചോദ്യം കേൾക്കാൻ വരുന്ന ആളാണ്. കാരണം ഇതാണ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യണല്ല. ഞാൻ ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആളാണ്. ഇത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യണേ. അപ്പൊ അതിന് വാല്യൂ കൽപ്പിക്കണേ. സെൻസൈന്റെ ആ ഒരു എന്താ പറയാ, നമ്മളെ ആ ഒരു കൺസിസ്റ്റൻസിയും എത്ര ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ശരിക്കും നമുക്ക് എന്താ ചോദിക്കണ്ടേ എന്നുള്ള ക്ലാരിറ്റി പോലും ഞാൻ രാത്രി ഉറങ്ങുമ്പോഴേ വിചാരിക്കും എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് നമുക്ക് എങ്ങനെ. പക്ഷെ റിയലി ഗ്രാറ്റിറ്റ്യൂഡ് എത്ര പറഞ്ഞാലും മതിയാവില്ല. ലൈഫ് തന്നെ മറ്റുള്ളവരെ ഫോക്കസിങ്ങിലും ഒക്കെ നിന്ന് ലീപ്പിൽ വന്നപ്പോ നമ്മള് എത്രത്തോളം ഞാൻ എന്നിലേക്ക് ഫോക്കസ് ചെയ്ത് ഇപ്പൊ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഒരു കാര്യം പറയുമ്പോഴും ഇത് പാടുണ്ടോന്നൊന്ന് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ Q&Aയിലൊക്കെ നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ പ്രോബ്ലംസിന് ആൻസർ പറയിപ്പിക്കുമ്പോൾ ശരിക്കും ക്രിയേറ്റർ പറഞ്ഞ പോലെ നമ്മളുടെ പ്രോബ്ലംസ് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. അതിങ്ങനെ ശരിക്ക് എന്താ പറയാ, ജീവിച്ച് കാണിച്ചു തരികയാണ് സെൻസേ. അതിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ശരിക്കും എന്തൊക്കെയോ നമുക്കും ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ക്ലാരിറ്റി, ഇനി നമ്മൾ ചെയ്യുന്നതിൽ തെറ്റും ശരിയും കറക്റ്റായിട്ട് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക, അതൊക്കെ ശരിക്കും ഗ്രേറ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് തോട്ട്സ് ഉണ്ട് എന്നൊക്കെ ചിന്തിച്ചത് ശരിക്കും ഈ ഒരു സെഷൻസ് ഒക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുവരെ ശരിക്കും എന്താ പറയാ, പൊട്ടക്കഞ്ചിലെ തെവള പോലെ ഇങ്ങനെ ജീവിക്കുകയായിരുന്നെന്ന് ഇപ്പൊ ഫീൽ ചെയ്യുന്ന. പഠിച്ചത് കറക്റ്റാണ്, പക്ഷെ നമ്മളെ തോട്ട്സ് കറക്റ്റ് അല്ലായിരുന്നെന്ന് ശരിക്കും ഇപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ടാസ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞപ്പോ ഈസി ആവുന്നാ കരുതിയത്, പക്ഷെ എനിക്ക് തോന്നുന്നത് ശരിക്കും ടാസ്ക് ആണ്. ഇപ്പൊ നമ്മളുടെ ഓരോ സ്റ്റെപ്പും എന്താ പറയാ, ഓരോന്നിലും ഇപ്പൊ വെള്ളം കുടിക്കുന്നത് പറയുമ്പോഴും ഫുഡ് എപ്പോഴും എനിക്ക് ഇങ്ങനെ ഓരോന്നും ഇതിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു സെന്റൻസ് ആണ്, നമ്മളെ ഫോളോവർ ഫസ്റ്റ് നമ്മൾ തന്നെ ആവണം എന്നുള്ളത്. കുട്ടികളെ അടുത്ത് സംസാരിക്കുമ്പോൾ വരെ ശരിക്കും ഒരു പോസ് ആവുന്നുണ്ട് അവിടെ. ഇത് ഞാൻ ചെയ്യുന്നുണ്ടോ, ഇത് എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത്, ഞാൻ അതിന് ഏബിൾ ആണോ എന്നുള്ളത് ഇങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്. റിയലി താങ്ക് യു സോ മച്ച് സെൻസി. ഇനി ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട്, പഠിക്കാനുണ്ട്. എല്ലാവരും, നിങ്ങൾ മാത്രമല്ല ഞാനും. ഞാനൊക്കെ ഡെയിലി ഇന്ന് രാവിലെ ഞാൻ എണീറ്റിട്ട് എന്റെ ബുക്കിന്റെ കംപ്ലീഷൻ ആയിരുന്നു. പുതിയ ബുക്ക് ഇറക്കാൻ പോകണം, അത് ഇന്ന് പോകും. അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ എത്താൻ വഴിയുണ്ടോ? നമുക്ക് ഓർഡർ ചെയ്താല് ഗൾഫ് നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിരിക്കും അത് ചെയ്യേണ്ട. അതിനാണ് നല്ലത്. ഏതിൽ ആ ഒരു ബുക്ക് വരാണ്ട്, അത് അങ്ങനെ കണ്ണും തുറന്ന് കാത്ത് ആ ഒരു ബുക്ക് വരാണ്ട്, ദാറ്റ് ഈസ് what you call the sleeper to the leader വരാണ്ട്, അതുകൂടാതെ 21 Secret to Success, Greatness, Happiness and Richness അത് റിലീസ് ആയിക്കണ്. പിന്നെ വേറെ ഒന്ന് വരാൻ പോകുന്നത്, അത് ലീഡേഴ്സ് കപ്പ് വരാൻ പോകുന്നുണ്ട്. ഒരുപാട് ബുക്സ് ഈ ഒരു 2 മാസത്തിൽ ചുരുങ്ങിയത് 5-8 ബുക്ക് എനിക്ക് റിലീസ് ചെയ്യണം. അപ്പൊ നോക്ക് എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യണം എന്നുള്ളത്. കോണ്ടന്റ് ഇപ്പം ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഫിനിഷ് ചെയ്ത ബുക്ക് ഇന്ന് രാവിലെ ഫിനിഷ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് വന്ന് സംസാരിക്കാം. ആ ഫിനിഷ് ചെയ്ത ബുക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു 3 ഇരട്ടി കോണ്ടന്റ് കൂടിപ്പോയി. സാധാരണ ഞാൻ ബുക്ക് എഴുതുമ്പോൾ ഏകദേശം ഒരു 200 പേജുള്ള ബുക്കാണ്. ഇത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് 500 പേജിനെ അടുത്തായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇനി അതെങ്ങനെ ചുരുക്കുക എന്നുള്ളത് ഇനി അത് വേറെ പ്രശ്നമാണ്. എഴുതി പോകുമ്പോൾ അങ്ങോട്ട് എഴുതി പോകും. പിന്നെ ഇനി അത് ചുരുക്കണമെങ്കിൽ, കാരണം ഒരു കുട്ടീൻ്റെ പോലെ നമുക്ക് എല്ലാ ഭാഗം കളയാൻ തോന്നൂല. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാണല്ലോ, ഇനി അത് വർക്കൗട്ട് ചെയ്യണം.
അത് ഇന്ന് തീർക്കണം. ഇന്ന് തീർന്നിട്ട് ഇത് ഇന്ന് പ്രിന്റിങ്ങിന് ഉള്ള അപ്രൂവൽ ഇന്ന് പോകണം. എന്നാലേ എനിക്ക് നാളെ പുതിയ ബുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉം. സോ ദാറ്റ് ഇസ് എ പറ്റുമോ? കൺസിസ്റ്റൻസി. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയേഴ്സ് ഉണ്ട്. കാരണം ഇത്രയും പേര് ഇങ്ങനെ നമ്മൾ പുതിയൊരു വെളിച്ചം, പുതിയൊരു ശരിക്ക് ബ്ലൂമിങ് ബഡ്സ്, നമ്മൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൊട്ടന്നായിരുന്നു ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റന്റില് ക്ലാരിറ്റിയോട് കൂടി മുന്നോട്ട് പോവാൻ ഉള്ള ബേബി സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. റിയലി റിയലി താങ്ക്ഫുൾ ഫോർ യു ഫോർ ദാറ്റ്. താങ്ക് യു. ഈ ബുക്സ് ഒക്കെ ഉള്ള പ്രത്യേകത എന്താ? ഈ ബുക്സ് ഒക്കെ ലീപ്പിന്റെ കോണ്ടന്റ് ആണ്. കണ്ടന്റ് ആണ്. ഇത് കാരണം നിങ്ങൾ നാളെ ഫെസിലിറ്റേറ്റർ ആകുമ്പോൾ, ഇൻസ്ട്രക്ടർ ആകുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും, ഇതിനെ നമ്മൾ ലെഗസി ഗോൾ എന്നൊക്കെ പറയല്. അത് നാളെ ഞാനില്ലാത്തപ്പം നിങ്ങളെ സഹായിക്കുന്ന സംഭവങ്ങൾ അത് ഇന്ന് തന്നെ ഉണ്ടാക്കി തീർക്കണം നമ്മൾ. അതാണ് ഈ വീഡിയോസ് ഒക്കെ. എന്താണ് വീഡിയോസ്? നാളെ നിങ്ങൾക്ക് ആ വീഡിയോ ആയിരിക്കും ഹെൽപ്പ് ചെയ്യില്ല. ഫാറൂഖ് സിൻസ ഹെൽപ്പ് ഉണ്ടാവണമെന്നില്ല. മനസ്സിലാവണ്ട? അതേപോലെ തന്നെ ബുക്സ് എന്താണ്? ബുക്സ് നാളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുക്സ് ചെയ്തിട്ടുണ്ട്. കാരണം നാളെ നിങ്ങൾ ആ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു അത് ബുക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും ഗോളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ, ഇന്നലെ ഗോൾ സെറ്റിങ്ങിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഗോളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വ്യത്യസ്ത രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അത് ലൈഫ് ടൈം ഗോളുണ്ട്, ആഫ്റ്റർ ലൈഫ് ടൈം ഗോളാണ് ഇതൊക്കെ. ഈ ബുക്കും വീഡിയോസൊക്കെ ആഫ്റ്റർ ലൈഫ് ടൈം ഗോൾസാണ്. എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കേണ്ടത്. സെൻസി ചെയ്യുന്നുണ്ടോ ഗോൾ സെറ്റിംഗ്? കോഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെ? ഇതിപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയല്ലോ. ഇന്നലെ ഉണ്ട്, നാളെ 3 ദിവസം. അത് 18 ദിവസം വേറെ പ്രോഗ്രാം ഉണ്ട്. അതിപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. കണ്ടില്ലായിരുന്നു. അത് ഗ്രോത്ത് സെറ്റിംഗ് എന്നാ പറയുക. ഗ്രോത്ത് സെറ്റിംഗ് മാസ്റ്ററി. ഗ്രോത്ത് സെറ്റിംഗ് മാസ്റ്റർ 3 days. 3 days. ആ ഗ്രോത്ത് സെറ്റിംഗ് മാസ്റ്ററി ഗോൾഡ് ഭാഗം. ഞങ്ങൾ ഗോൾ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാറില്ല. ഗോൾ അല്ല, ഞങ്ങൾ ഗ്രോത്ത് ആണ് നോക്കില്ല. ആള് ഗ്രോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ഗ്രോത്ത് സെറ്റിംഗ് മാസ്റ്ററിയാണ് ഇപ്പോൾ 3 ദിവസം ഇന്നലെ മുതൽ നടക്കാൻ തുടങ്ങി. അത് ഇന്നലെ ടൈമിംഗ് എങ്ങനെയാണ്? അത് 9 മണി മുതൽ 10 വരെ രാത്രി. ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ റെക്കോർഡിംഗ് ഇന്നുണ്ട്. അവർ റെക്കോർഡിംഗ് ഇന്നും നാളെയും റെക്കോർഡിംഗ് നോക്കണം. നാളെ രാത്രി വീണ്ടും വരണം. പിന്നെ 2ാം ദിവസം അവർക്ക് വീണ്ടും അതിൻ്റെ റെക്കോർഡിംഗ് കിട്ടും. അവർ റെക്കോർഡിംഗ് വാച്ച് ചെയ്യണം, പിന്നെ വീണ്ടും വരണം. അങ്ങനെയാണ് അത് വർക്ക്. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് 18 ദിവസത്തെ അഡ്വാൻസ്ഡ് ഗ്രോത്ത് സെറ്റിംഗ് മാസ്റ്ററിക്ക് വരാം. അഡ്വാൻസ്ഡ് ഗ്രോത്ത് സെറ്റിംഗ് മാസ്റ്റർ എന്ന് വെച്ചാൽ അത് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോസ് ആയിരിക്കും. അവർക്ക് എന്നും വേണം കാണാം. ഓരോ ദിവസവും ഓരോ വീഡിയോ റിലീസ് ചെയ്യും. അത് ഏത് സമയത്ത് വേണം കണ്ടിട്ട് അത് അപ്ലൈ ചെയ്യണം. ഡയറക്റ്റ് ക്ലാസ് ഉണ്ടാവില്ല, പക്ഷെ 18 ദിവസം അവർക്ക് ചാലഞ്ച് ഉണ്ടാവും. ഇത് നമ്മളെ ലീപ്പ് പ്രോഗ്രാം പോലെ, ലീപ്പ് പോലെ തന്നെയാണോ? അതെ, ഇത് ഡിഫറെൻ്റ് ആണ്. എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു പ്രോഗ്രാമിൽ കാണുന്ന ആവർത്തനം വേറെ പ്രോഗ്രാമിൽ കാണില്ല. എല്ലാം വ്യത്യാസം ഉണ്ടാവും. ടൈമാണ് 8-9 നാട്ടിലെ 9 to 10 എന്ന് പറയുന്നത് നമ്മളെ ടൈമിംഗ് ഇവിടെ അങ്ങോട്ട് സ്യൂട്ട് ആവുന്നില്ല. നമുക്ക് 2.5 hour ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് റെക്കോർഡിംഗ് കണ്ടാലും എല്ലാവർക്കും റെക്കോർഡിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് 3 ദിവസം വരെ റെക്കോർഡിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം. ഇൻഷാല്ലാ നെക്സ്റ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യണം ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു. All right, so thank you very much to every one of you for joining from different parts. Thanks a lot. You all take care of yourself.